You guys, welcome back to another പുതിയ vlog. ഇന്നത്തെ വ്ലോഗ് എന്ന് പറഞ്ഞാൽ നമ്മളിന്ന് എല്ലാവരും കൂടെ എറണാകുളത്തിന് പോകണം. എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിന്ന് ചേട്ടായുടെ വെഡ്ഡിങ്ങാണ് വരുന്നത്. അപ്പോൾ ഇപ്പം എൻഗേജ്മെൻ്റ് ആകാറായി. സോ അതിന് കുറച്ച് ഡ്രസ്സും കാര്യങ്ങളും എടുക്കാൻ വേണ്ടി ഞങ്ങൾ ഫുൾ ഫാമിലി, ഞാൻ പപ്പ, മമ്മി, ചേട്ടൻ, ചേച്ചി പോകണം, എറണാകുളത്ത് പോകണം. അപ്പം കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കണം. അപ്പം അധികം ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് സ്ട്രൈറ്റ് ചെയ്ത് വീഡിയോ. ഓക്കെ, എല്ലാവരും പോകാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. ഹായ് മമ്മി. മമ്മി ഹായ് പറയുന്നുണ്ടോ മമ്മി? ആ ഓക്കെ. അമ്മായി ഉണ്ട് കേട്ടോ, അമ്മ ചിരിച്ചോണ്ടിരിക്കുന്നുണ്ട്. കല്യാണ ചെറുക്കൻ. ഞാൻ ആ മാസ്ക് വെക്കപ്പെട്ടിരിക്കുകയാണ്. എനിക്ക് ചെറിയൊരു ക്ലിയർ ആകുന്നുണ്ടാവും. എനിക്ക് ചെറിയൊരു ജലദോഷം ഉള്ളതുകൊണ്ടാല് ഞാൻ മാസ്ക് വെച്ചിരിക്കുകയാണ്. എന്താണോ ഒന്ന് റൂം അലനടിച്ചിട്ടില്ല. സോ അതുവഴി എനിക്ക് ജലദോഷം വന്നതാണ് ഗൈസ്. ജലദോഷം. അപ്പോൾ നമുക്ക് എന്തായാലും വീട് കൂട്ടി വണ്ടിയിൽ കയറാം. എല്ലാവരും വണ്ടിയിലുണ്ട്. നോക്കി ഗൈസ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ നമ്മളിന്ന് നേരെ എറണാകുളം പോകുന്നു. എറണാകുളം പോയിട്ട് മിന്നു അവിടെ ഉണ്ട്. മിന്നുവിനെ പിക്ക് ചെയ്യുന്നു. പിന്നെ ഡ്രസ് കാര്യങ്ങൾ എല്ലാവർക്കും എടുക്കാറുണ്ട്. ചേട്ടായി കോട്ടാണ്, എനിക്ക് ഞാനും കോട്ടായിരിക്കും. മമ്മി അപ്പായി പുറകിൽ ചിരിക്കുകയാണ്. ഇവര് വ്ളോഗ് മൈൻഡിലാണ്, അതാണ് ഇവരുടെ ഒരു പ്രശ്നം. അത് കുഴപ്പമില്ല, വയ്യായിക്കോളാം. അപ്പം മമ്മിക്കും പപ്പായ്ക്കും ഡ്രസ്സ് എടുക്കണം. മിന്നു എന്നുണ്ട്, മിന്നുവിനും ഡ്രസ്സ് എടുക്കണം. പിന്നെ അതാണ് ഇന്നത്തെ മെയിൻ കാര്യം. കല്യാണത്തിനുള്ള ഫുൾ കാര്യങ്ങൾ ഇന്ന് ഒരൊറ്റ ദിവസം കൊണ്ട് എടുത്ത് തീരും എന്നുള്ളൊരു രീതിയിലാണ് എല്ലാവരും അവിടുന്ന് ചട്ടം കൂട്ടി ഇറങ്ങിയിരിക്കുന്നത്. എന്താകും എന്നൊന്നും. മണി 12 ആകുന്നു. 12 ആയിക്കൊണ്ടിരിക്കുന്നു. 9:30 കട തുറക്കുന്നതിന്റെ 9:30 കട തുറക്കുമോ എന്നുള്ളത് ഇന്നലെ രാത്രി വളരെ ആത്മാർത്ഥമായിട്ട് നോക്കിയ ആൾക്കാരാണ്. 9 ഏറ്റപ്പം മമ്മിയൊക്കെ ഏറ്റപ്പം 9 ആയി. അത് തന്നെ, എല്ലാരും ഏറ്റപ്പം 9 ആയിരുന്നു. അപ്പം അയ്യോ, പിന്നെ പറയുമ്പല്ല പറയണ്ടേ. മമ്മി പള്ളിയിൽ പോയായിരിക്കും. പക്ഷെ ഞങ്ങളാണ് ആദ്യം ഇറങ്ങിയത്. വാട്ടവർ 9. അപ്പം ഓൾറെഡി നമ്മൾ റണ്ണിങ് ടു ലേറ്റ്. സോ നമുക്ക് പോകുന്ന കാഴ്ചകൾ കാണാം. ഓക്കെ, പള്ളിമുക്ക്. നമ്മളപ്പം തിരക്കിന്റെ നഗരമായ എറണാകുളത്ത് എത്തിയിരിക്കുകയാണ്. യെസ്, വി ആർ അറ്റ് വൈറ്റില ബ്ലോക്ക്. ഞങ്ങൾക്കാണ് നമ്മൾ മെട്രോയും പിന്നെ എറണാകുളം ആലപ്പുഴ ഹൈവേ. അപ്പം മിന്നു എവിടെ വരും? മിന്നു M0 മെട്രോ സ്റ്റേഷൻ അടുത്തായിരിക്കും. മിന്നു ആലുവന്ന് മിന്നു വന്നാണോ? മിന്നു വന്നാണ് സാധ്യത. നമുക്ക് മിന്നുവിനെ പിക്ക് ചെയ്യണം. അവിടെ നമ്മൾ അയാം ജയലക്ഷ്മി അല്ല അതിൻ്റെ ഒരു അങ്ങനെ അതിൻ്റെ ആ പോസ്റ്ററിൽ കിണിച്ചുകൊണ്ടിരുന്നത്. അത് നമ്മൾ ജയലക്ഷ്മിയിലോട്ടാണ് പോകുന്നത്. മമ്മി മറ്റേ പുലിമുട്ടി സിൽക്സ് ബൈ അൽമാറ എന്ന് പറഞ്ഞൊരു പുതിയൊരു വെഡിങ് കളക്ഷൻ നോക്കിയിട്ടുണ്ടോ? അവിടെ പോകുന്നുണ്ടോ? പ്രൊമോഷൻ ഒന്നും അല്ല കേട്ടോ. അപ്പം അത് സൗത്തിലാണ്, ഞങ്ങളുടെ റൂമിൻ്റെ അടുത്താണ്. വേണേൽ അവിടെ പോയി നോക്കാം. അവിടെ അത്യാവശ്യം കളക്ഷൻ ഉണ്ട്. കാരണം പുതിയൊരു കടയാണ്, ഒരു 1 വീക്ക് ആയിട്ടുള്ള ഓപ്പൺ ആയിട്ട്. അപ്പം നമുക്ക് പോയി നോക്കാം. ഞങ്ങളങ്ങനെ എവിടെയാ M0 മെട്രോ സ്റ്റേഷൻ എത്തിയിരിക്കുകയാണ്. നമ്മുടെ ഫ്രണ്ട് ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ പോയിട്ട് എന്നാ പറ്റും താമസിച്ചോയെ? ഡിലേ ആയോ? അതാണ് താമസിച്ചു പോയത്. താമസിച്ചു പോയതുകൊണ്ട് താമസിച്ചു പോയതാണ് അവള് പറയുന്നത്. ഇറങ്ങിക്കൊടുക്ക എല്ലാവരും. പിന്നെ കയറട്ടെ, പിന്നെ ഡിക്കിക്കകത്തിട്ട് കേട്ടോ. ഓക്കെ, നമുക്കിനി ജയലക്ഷ്മി പോ. ഓക്കെ, ജയലക്ഷ്മി. ഇതാണ് ജയലക്ഷ്മി. പാർക്കിംഗ് കാണും ഇവിടെ ഇല്ലാത്തായിരിക്കും. അപ്പോൾ നമുക്ക് പാർക്കിങ്ങിലെ പോയിട്ട് നോക്കാം. നമ്മളങ്ങനെ ജയലക്ഷ്മി എത്തിയിട്ടുണ്ട്. എല്ലാവരും വെയിലത്ത് വണ്ടി പാർക്ക് ചെയ്യപ്പെട്ട എൻ്റെ സങ്കടത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. നല്ല വെയിലുണ്ട് കേട്ടോ. ഒന്ന് മിന്നു ചിരി തുടങ്ങിയിരിക്കുന്ന ഗൈസ്. മിന്നു, നീ തന്നെ മിന്നു എടുക്കുന്നേ? അവിടെ വെച്ച് ചിരിക്കണം കേട്ടോ, എന്നാലേ നമുക്ക് ഞങ്ങൾ പറഞ്ഞൊക്കെ ഉൾപ്പില്ലേ. ഞങ്ങൾ കാരണം അങ്ങോട്ട് അതുവഴി കാരണം ഞങ്ങൾ വന്നപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ മിന്നു പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനൊന്നുമില്ല. അവിടെ ചെയ്യുമ്പോൾ ഇങ്ങനെ ഇത് അവിടെ കാണാൻ സാധിക്കുമെന്നാണ് ഞാൻ വിചാരിക്കപ്പെടുന്നത്. ചുമ്മാ ഇത് മിന്നു എന്നും ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോൾ
ഈ ഒരു രീതി തന്നെയാണ് മിന്നു എന്നും ഡ്രസ്സ് എടുത്തിട്ടുള്ളത്. എന്ന് ഡ്രസ്സ് എടുക്കാൻ പോയാലും മിന്നു കൃത്യമായിട്ട് മിന്നു ഈ ഡ്രസ്സ് വേണം വേണ്ട അത് കൊള്ളാല്ലേ, ഈ ഒരു ചിരി, ആ ഒരു സ്ഥായിഭാവം അല്ലേ. ഓ മിന്നിനെ പക്കം വെച്ച് എൻ്റെ ബോൺ മീറ്റാണ് കഴിക്കുന്നത്. പ്ലാൻ പോയി. അപ്പം എന്തായാലും നമുക്ക് ബാക്കി കാണാം. ഇന്നിവിടെ എന്തെങ്കിലും നടക്കും. ഇന്ന് എന്തായാലും ഫുൾ മിന്നു എന്തായാലും ഫുൾ ഡ്രസ്സ് എടുത്തിട്ട് ഇവിടെ നമ്മൾ നോക്കുന്നു. അപ്പം എനിക്കറിയാം എവിടെ ആളെ നിൽക്കുന്നുണ്ടല്ലേ മിന്നു. തുടങ്ങിക്കോ, പറഞ്ഞോ എന്നൊക്കെ പറയാനുള്ളത്. ചിരി തുടങ്ങിയില്ല മിന്നു. അപ്പം നമ്മൾ അതെ അടുത്ത ഫ്ലോറിലൂടെ കൊള്ളാം, നല്ല വെട്ടമുണ്ട്. അപ്പം നമ്മൾ അടുത്ത ഫ്ലോറിൽ പോവാണ്. വേറെ ഒന്നുമല്ല, 5000 സാരി വേണം, 2000 സാരി വേണം. പക്ഷേ 2000 വേണം, 5000 എബോവ് മിന്നു ഫിക്സ് ചെയ്തിരിക്കണം. അപ്പോൾ നമുക്ക് 5000 എബോവ് സാരി നോക്കിയാണ് ഗൈസ്. നമ്മളപ്പോൾ എന്തായാലും ഡ്രസ്സ് സാരി എടുത്ത് തുടങ്ങിയിരിക്കുകയാണ്. ഇതൊക്കെ ലൈറ്റ് ബ്ലൂ എങ്ങനെ വരികയെന്ന് എനിക്കറിയില്ല. ഇതോ ഈ ലൈറ്റ് ബ്ലൂ, ഇത് ലൈറ്റ് ബ്ലൂ ഒന്നും ഇവിടെ കാണപ്പെടുന്നില്ല. മിന്നു ആസ് യൂഷ്വൽ ചിരി തുടങ്ങിയിട്ടുണ്ട്. മിന്നൊന്ന് ചിരിച്ചേ. ആ അതാണ് മിന്നു ചിരി തുടങ്ങിയിട്ടുണ്ട്. ഇത് ലൈറ്റ് ബ്ലൂസ് ഒന്നും ഞാൻ ഇവിടെ കാണുന്നില്ല. ഇതാകെ കുളമാകും കേട്ടോ. നമ്മുടെ കോട്ടിന് കളർ ലൈറ്റ് ബ്ലൂ ആണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട കളറാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എടി ഇതൊക്കെ എങ്ങനെയാ ലൈറ്റ് ബ്ലൂ ആന്ന്? എന്താ മിന്നു നമ്മള് പ്രഷർ 12 രൂപ ഉള്ളോ മിന്നു? ഇതെത്ര ഗോസ് എസ്റ്റിമേറ്റ്? നല്ല തന്നെ എടുക്കാം, അങ്ങനെയാണോ? ഓക്കെ ഗൈസ്. അങ്ങനെ മിന്നു ഇതാ കോട്ട് എടുത്ത് നോക്കാൻ പോവുകയാണ്. പക്ഷെ കോട്ടും പോട്ടെ, സാരി അമ്മീന ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. ഓ സർപ്രൈസ് ആയിക്കോ മിന്നു. ഈ വീഡിയോ എന്ന് വരും ഓർത്താതിരിക്കുന്നേ ഗൈസ്. ഇവരെ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് ഇവരോർത്തോളം ഞാൻ ഈ വീഡിയോ ഇന്ന് എടുത്ത് നാളെ എഡിറ്റ് ചെയ്തിട്ട് ഓർത്താണ് ഇവരിയ്ക്കുന്നത്. എനിക്കല്ലായിരുന്നുള്ളൂ. നിങ്ങൾ കാണുന്ന പല വീഡിയോകളും ഈ നൂറ്റാണ്ടിൽ പോലും എടുത്ത വീഡിയോകളല്ല, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എടുത്ത വീഡിയോകൾ നിങ്ങൾ എല്ലാവരും കാണുന്നത്. പക്ഷേ ഈ വീഡിയോ ഒക്കെ എന്ന് വരുമോ ആവോ. പിന്നെ അത് കൊള്ളത്തില്ല തീരെ പോരാ. ഇതെന്നെ പിന്നെ ഇങ്ങോട്ട് മാറിയിരുന്നേ ഉടുക്കാൻ പോകുന്നല്ലേ പപ്പ. ഓ പപ്പ ഓൺ ദ സ്ട്രൈക്ക്. പിന്നെ ഇത് കൊള്ളാം കേട്ടോ, ഈ സാധനം കൊള്ളാം. 14 രൂപയോ മിന്നു? ഇപ്പൊ അതൊക്കെ 14 രൂപ മിന്നു എടുത്തെറിഞ്ഞ്. അത് വേണ്ട, അത് കട്ട് കളറാ. കട്ട് കളറാണ്ട, വെട്ട് കളർ. മിന്നു ഇതാ ഡ്രസ്സ് എടുത്ത്. മിന്നു ആദ്യമായിട്ടോ സ്വമേധ ഇങ്ങനെ ഡ്രസ്സ് എടുത്ത് നിൽക്കുന്നത് ഞാൻ കാണുന്നത്. അന്നാ തീ റേറ്റാണ് ഒറ്റെടുക്ക്. എടാ മിന്നു സ്വമേധ ഡ്രസ്സ് എടുത്ത് നിൽക്കുകയാണ്. പിന്നെ നിനക്ക് എന്നാ ഇഷ്ടപ്പെട്ട ഏതാ വേറെ? മമ്മി ഇത് ഷോളല്ല. യെസ് മമ്മി ഇത് സാരി എടുത്ത് തുടങ്ങിയിരിക്കും. എനിക്ക് ഇതിലേതാ ഇഷ്ടപ്പെട്ടെ? ലെഫ്റ്റോ റൈറ്റോ? ലെഫ്റ്റ് അല്ലേ ഇഷ്ടപ്പെട്ടെ? അല്ല മോളെ തന്നെ എന്നാ ലെഫ്റ്റ് എടുത്തോ, കുഴപ്പമൊന്നുമില്ല. ഇച്ചിരി ഡൈറ്റ് എനിക്ക് ഇത് കൊള്ളാം. ഇത് ഇച്ചിരിയുടെ മമ്മി ഇച്ചിരി ആദ്യം വൈപ്പു. പിന്നെ ഇതന്നെ നീ ഉദ്ദേശിക്കുന്നേ? ചുമ്മാ എടുത്തങ്ങ് വെച്ചതേ ഉള്ളോ? പിന്നെ ചിരി തുടങ്ങി. പിന്നെ ചിരിയോ ഏത് വൈബ്? ചിരി വൈബ്. പിന്നെ അന്ന് അതെടുത്തോ, മറ്റേത് കൊള്ളാം. ഇതിനെല്ലാം മറ്റേ കൊള്ളാം. ആ മിന്നു എന്തായാലും ഇഷ്ടപ്പെട്ടില്ല. ആ ഓക്കെ സന്തോഷം. ഒരു തീരുമാനം പറഞ്ഞല്ലോ അവള്, അത് തന്നെ വലിയൊരു കാര്യം. ഗൈസ് അങ്ങനെ മമ്മി ദയാദാ സാരി എടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഇനി മിന്നു ചിരികൾ തുടങ്ങുകയാണ്. ഇനി മിന്നു മൈൻഡ് ചെയ്യുന്നില്ല. കാര്യപരിപാടിയിൽ ചെറിയൊരു മാറ്റം നേരിടുന്നുണ്ട്. ഞങ്ങളെല്ലാവരും വളരെ അടിയന്തരമായി പുറത്തിറങ്ങി. അമ്മയ്ക്ക് ചെറിയൊരു ക്ഷീണം വേറൊന്നല്ല, രാവിലെ ദോശ കഴിച്ചു. വേറെ വൈറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇച്ചിരി കഴിച്ചിട്ട് പോകാം എന്ന് തീരുമാനിച്ച് MG റോഡിലുള്ള ഇവിടെ വന്നിരിക്കുകയാണ്. ഇവരെല്ലാം നോയമ്പാണ് ഏറ്റവും വലിയ വിഷയം. കാരണം ഞാൻ നോയമ്പില്ല. ചോറൊക്കെ കിട്ടുമെന്ന് അറിയത്തില്ല, ബിരിയാണി ആയിരിക്കും. അപ്പൊ നമ്മളെന്തായാലും ഫുഡ് കഴിക്കാൻ നോക്കട്ടെ. നമ്മളിപ്പോ ഫുഡ് കഴിക്കാൻ വേണ്ടി കഴിക്കണം. പിന്നെ നമ്മൾ പറഞ്ഞ വേണം. പിന്നെ മുട്ട വന്ന് കഴിക്കാനല്ലോ. മുട്ടയ്ക്ക് നമ്മൾ എടുക്കാതെ മുട്ട വെച്ചാന്ന് ആരാ അവന്? ആ കമ്മോൺ, മുട്ട വെച്ചല്ലേ ഗൈസ്. മുട്ടയും നോൺ വെജാ. അതിന് സംശയം ഉണ്ടോ? നോൺ വെജ് കടയിലൊന്നും ഇത് കിട്ടത്തില്ല. ആ പപ്പയും എഗ്. ഇവൻ ഫുള്ള്
നോൺ വെജ് സെറ്റപ്പ് അതുകൊണ്ട് ഇവരാരും മുട്ട കഴിക്കില്ല. മമ്മിയും ചേട്ടായി സോറി അത് വെജ് കഴിക്കത്തില്ല. അതുകൊണ്ട് നീ എന്താ പറഞ്ഞത്? ഇവൻ നോൺ വെജ് കഴിക്കത്തില്ല. അതുകൊണ്ട് ഇവൻ മുട്ട പറഞ്ഞു. മമ്മിയും മുട്ട പറഞ്ഞില്ല. മമ്മിയും മുട്ട പറഞ്ഞില്ല. അങ്ങനെ രണ്ടുപേരും മുട്ട അയ്യോ ഞാൻ മരുന്ന് കഴിച്ചില്ല. അപ്പം നമുക്ക് എന്തായാലും ഫുഡ് കഴിക്കാം. ഓക്കെ ഫുഡ് വരട്ടെ. യെസ് ഗൈസ് നമ്മുടെ ബിരിയാണി വന്നു. നൈസ്. കുഴപ്പമില്ല കഴിച്ചു നോക്കട്ടെ എങ്ങനെയാണോ. 2 മുട്ട കിട്ടിയതിൻ്റെ സന്തോഷം പിന്നെ. നീ എങ്ങനെ കഴിക്കും 2 മുട്ട? എന്ത് ചെയ്യുമല്ലേ. ഞാൻ കഴിച്ചോളാം. അടിപൊളി. അപ്പൊ കഴിച്ച് നമ്മൾ കഴിച്ചു തുടങ്ങിക്കണം. എങ്ങനെ നോക്കാം കഴിച്ചിട്ട് പറയാം. മൊത്തം കഴിച്ചോട്ടെ. അങ്ങോട്ട് പോവാ. മോയമ്പതിന്റെ പ്രശ്നങ്ങളെ അഭിപ്രായം പറയാനൊന്നുമില്ല. അപ്പൊ എന്നാ എല്ലാവർക്കും കഴിച്ചു. അപ്പൊ നമുക്ക് കഴിച്ചിട്ടുണ്ടോ? ഓക്കെ നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പുറത്തിറങ്ങി നമ്മൾ ഇതാ പോവുകയാണ്. ഫുഡ് കൊള്ളായിരുന്നു, പക്ഷേ കുറച്ച് എക്സ്പെൻസീവ് ആയിരുന്നു. റേറ്റും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. എന്നാലും ഒരു നോർമൽ കൊണ്ട് ഒരു 100 രൂപ മേളിലായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഞങ്ങൾ ഒരു ചിക്കൻ ബിരിയാണി, 2 എഗ് ബിരിയാണി, 2 ഊണ് ഇത്രയും കഴിച്ചപ്പോഴത്തേക്കും 920 രൂപ. അത് ഇച്ചിരി അക്രമമാണോ എന്നൊരു സംശയമില്ല അതിൽ. എ സിക്കകത്തിൽ ഇപ്പം പണ്ടത്തെ പോലെ അങ്ങനെ എ സിക്കകത്തിരുന്നാലും അങ്ങനെ സെപ്പറേറ്റ് റേറ്റ് മേടിക്കുന്ന പരിപാടി കുറവാണ്. എ സി കത്തിയത് അത്രയും വേണം. അപ്പം നമ്മൾ വിളിച്ചതാ ജയലക്ഷ്മി എത്തിക്കുകയാണ്. അപ്പം ഇനി മിന്നുവിൻ്റെ ഡ്രസ്സാണ്. അല്ല നിന്റെ ഡ്രസ്സല്ലേ എടുക്കാളെ? ഇനി മിന്നുവിൻ്റെ ഡ്രസ്സാണ് എടുക്കാനുള്ളത്. നോക്കാം. ഗൈസ് മിന്നു പരിപാടി തുടങ്ങിയിരിക്കുകയാണ്. ആ സിറ്റുവേഷൻ നമ്മളെല്ലാരും അതെ കണ്ടോ ചിരി തുടങ്ങി മിന്നു ചിരി തുടങ്ങി. നീ എടുത്തോ മിന്നുവിന്റെ കുറച്ച് കണ്ട ഡിസൈൻ കാണുന്നത്. ഇതിന്റെ ഡിസൈൻ ഇവിടെ കാണാത്ത ശരിയാ. നിങ്ങൾ ഡിസൈൻ കാണുന്നില്ല അല്ലേ? അതാണ് മിന്നു ഉദ്ദേശിച്ചത്. ഓ മിന്നു അത് ഇഷ്ടപ്പെട്ടതല്ലേ? ഇപ്പം മിന്നു പറയും ഇപ്പൊ ഇഷ്ടപ്പെട്ട പൈസയാണ് വിഷയം. ചിരി തുടങ്ങിയിരിക്കുന്നത്. ഇത് ചിരി തുടങ്ങിയിരിക്കുകയാണ്. തുടങ്ങി എടാ പിന്നെ ചിരി തുടങ്ങി കേട്ടോ. കാണാൻ ഇല്ലേ വ്ളോഗ് വരുമോ കാണാം. പിന്നാണ് മിന്നും ഒന്നും പറയാൻ പറ്റാത്ത നിൽക്കുകയാണ്. ഡിസൈൻ കാണാം ഗൈസ്, നിങ്ങൾ പറയും. ഈ ഡിസൈൻ കാണാം. ഓർഗൻസൈഡ് അല്ലാതെ ഇങ്ങനെ പിള്ളേർക്കുള്ള അതേ വരുന്നുള്ളൂ. ചിരി തുടങ്ങിയിരിക്കുകയാണ്. എല്ലാരും മുന്നിലത്തെ നോക്കിയിരിക്കുക. എനിക്കിഷ്ടപ്പെട്ടത് മമ്മി പറയുന്നത് ഞങ്ങൾ കുണുകുണ ഇറക്കി പറയുന്നതുകൊണ്ടാണ് മിന്നു ഒന്നും എടുക്കാത്തതെന്നാണ് മമ്മി അവകാശപ്പെടുന്നത്. ചിരിക്കാന്ന് പറഞ്ഞതല്ലോ. പിന്നെ എടാ ഒന്ന് ഫോട്ടോ എടുത്തത് ഞാൻ വീഡിയോ എടുക്കാം. അല്ല നിനക്ക് കാണല്ലോ, കണ്ണാടിയല്ലേ ഉള്ളത്. നല്ലൊരു അഴകുണ്ട് കേട്ടോ. അതോടെ ഒന്ന് വെച്ച് അടുത്ത വെച്ച് നോക്കട്ടെ. പിന്നെ ഇപ്പൊ പറഞ്ഞെങ്കിൽ ഇത് കൊള്ളാമെന്നാണ് ഗൈസ്. നോക്കാം ഇതൊന്ന് വെച്ച് നോക്കി. നീ എങ്ങനെ വെച്ചാ നീ വെക്ക്. എന്റെ ഒരു കൈ എവിടെയുണ്ട്? ഇത് കറക്റ്റാ മനസ്സിലാവും. മിന്നുവിന്
കണ്ടോ ഇതാ ഇന്ത്യയിലെ കളറില്ലേ അതാണ് ആ ബ്ലൗസ് വന്നിട്ട് ബ്ലൗസ് അങ്ങനെയൊന്ന് വെച്ച് നോക്കി അങ്ങനെയുണ്ടെന്ന് അറിയാമോ. അതെ ബ്ലൗസ് ഇട്ടപ്പോ എന്തെങ്കിലും ഒരു ടഫാണല്ലോ. എഴുതിച്ചാണ് നിനക്ക് ഒരു ക്ലാസ് ലുക്ക് കൊണ്ടിരുന്നു. ഇഷ്ടപ്പെട്ടില്ലേ? ആണോ? എന്നാ അതെടുത്തോ. നല്ലത് മറ്റേതാ. ഇത് ബ്ലൗസ് ഇങ്ങനെ അതെ ഇതായിട്ട് നിൽക്കും. എന്നാ മറ്റേതാ. ഉയ്യോ സൂപ്പർ വിനു. നീ മപ്പാടാ. നീ ഒരു പ്രസ്ഥാനം. പിന്നെ ഒത്തു കല്യാണത്തിന് ആ ഓക്കെ സ്കേർട്ട് ഉണ്ടോ പോകട്ടോ. നമ്മളങ്ങനെ മിന്നുവിന്റെ ഉടുപ്പൊക്കെ എടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. മിന്നു എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ പപ്പായ്ക്കും മമ്മിക്കും പപ്പായ്ക്ക് ഷർട്ട് എടുക്കാൻ വേണ്ടി വന്നേക്കാണ്. എനിക്കൊരു വൈറ്റ് എടുക്കണം, പിന്നെ അതുപോലെ തന്നെ ഒരു ബ്ലാക്ക് ഷർട്ട് എടുക്കണം എനിക്ക്. അപ്പം നമുക്ക് അലൻസോളയാണ് ഉദ്ദേശിക്കുന്നത്. നോക്കാം, കുറേ ഉണ്ട്, തപ്പി തുടങ്ങട്ടെ. അങ്ങനെ നമ്മുടെ മിന്നു വളരെ വളരെ ബ്രെയിൻ യൂസ് ചെയ്ത് ഡ്രസ്സ് എടുത്തു. വളരെ എക്സോസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഡ്രസ്സ് എടുപ്പായിരുന്നു. ഒന്നും കഴിഞ്ഞിട്ടില്ല, എന്നാൽ തീർന്നു അതുമില്ല, എന്തെങ്കിലും ആയ അതുമില്ല. മിന്നുവിനും മമ്മിക്കും എടുത്തു കഴിഞ്ഞു. ബാക്കി നോക്കട്ടെ എന്താ പണ്ടാനോ. എനിക്കത് പൊന്നെ എനിക്ക് വാച്ച് മേടിച്ചിരുമോ? പൊന്നെ 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 വാച്ച് മേടിച്ചിരുമോ? അതിനാ പൊന്നെ എനിക്ക് വാച്ച് മേടിച്ചു. എനിക്ക് ഒരു ഷർട്ട് ഒരു ഇത് മേടിച്ചില്ല പൊന്നെ. ഞാനിത് പേ ചെയ്താലും ഒരു പഞ്ച് മിസ് ചെയ്യണം. മ്യൂസിക് മമ്മി ഞെട്ടിത്തിരിച്ചേ. പപ്പാടെ കൂടെ എക്സ്പ്രഷൻ ആണ്. പാപ്പാ വേഗം നടക്കും ഇനി പപ്പാടെ എക്സ്പ്രഷൻ. പപ്പ കഴിച്ച് അവിടെ ഉറങ്ങി. പിന്നെ മനുഷ്യൻ മടുത്തു പോകത്തില്ല. ഞാനാണെങ്കിൽ ഇരുന്ന് ഉറങ്ങിയാനെ. അതിപ്പോ ഇരിക്കാത്തോണ്ട് ചായ നമുക്ക് കിട്ടിയിട്ടില്ല. ചേച്ചി ചായ കൊണ്ടുവരുന്നുണ്ട്. പപ്പായി ടീ ടൈം ആണ്. ടീ ടൈം എന്തോ തമാശ എനിക്ക് കിട്ടിയില്ല. നിങ്ങളെ ചിരിക്കുന്നുണ്ട് ആധികാരികമായി. എന്നാ വിചാരിക്കുന്നത്? എന്നാ പറഞ്ഞേ? എന്നാ മമ്മി എന്നാണ് പറഞ്ഞത്? മമ്മി എന്നാ പറഞ്ഞു? മമ്മി ചിരിച്ചോണ്ട് കാര്യം പറഞ്ഞു. എന്നെന്തേ എന്നാ പറഞ്ഞത്? എന്നെ ചിരിക്കുന്നത് മിന്നൊക്കെ കാട്ട് ചിരി. എന്നാൽ നമുക്ക് ചായ കുടിക്കാം. എന്നിട്ട് മിന്നു ആണ് ബില്ല്. പാപ്പ മിന്നു ആട്ടോ ബില്ല് ചെയ്യാൻ പോണേ. ഫുൾ പേയ്മെന്റ് മിന്നു നടത്തിക്കോളാന്ന് പറഞ്ഞേക്കുന്നത്. ഓ ആ ആ ഓ അപ്പം എന്നാ നമുക്ക് ചായ കുടിച്ചിട്ട് ബില്ല് ചെയ്യാം. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ ഫൈനലി ഫുൾ എടുത്ത് കഴിഞ്ഞിരിക്കുന്നു. എന്താ മമ്മി പ്രത്യേകം പറയാൻ പറഞ്ഞു. മമ്മിയുടെ എല്ലാം മാച്ച് ചെയ്യാണ്. നോക്ക് ചെരുപ്പ് കണ്ടോ? ചെരുപ്പ് എല്ലാം മാച്ചിങ്. പ്രത്യേകം പറയാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി മിന്നുവിൻ്റെ മമ്മിയുടെ മാത്രം എടുത്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ എന്തായാലും ബാക്കി പോകുന്ന വഴിക്ക് ഇതിൻ്റെ ഷോറൂം ഉണ്ട്. ഷോറൂമിൽ കയറി എടുക്കാൻ ഓർത്തിരിക്കുന്നു. ഓ കണ്ണാടിയാണ് നമുക്ക് ഇന്ന് ഗിഫ്റ്റ് കിട്ടിയിരിക്കുന്നത്. ഒരെണ്ണം തന്നേ. യോ ഗായ്സ് ഇറന്നൊന്ന് ഊരിക്കടാ. തുറന്നേ. ഓ എൻ്റെ മോനെ ഏത് മൂഡ്! കണ്ണാടി മൂഡ്. ഇടില്ല അത് തൂത്തേ വിഷയം കണ്ണാടിയല്ലേ. ഓ എന്നാ വേണം, ഇത്ര പൈസ പോയാലോ. ഓ തൂവാലെ എന്നോ മിന്നു സന്തോഷമായോ? വണ്ടിയെ കയറി പോട്ടെ. അപ്പം നമ്മൾക്ക് ഇനി അടുത്ത സ്പോട്ടിലോട്ട് പോകാം. അപ്പം നമ്മൾ കല്യാൺ സിക്സ് വന്നു ചായ കുടിക്കാൻ വേണ്ടിയാണ്. നേരെ ഓപ്പോസിറ്റ് നമ്മൾ ചായ കുടിക്കാൻ നിർത്തി. ഞങ്ങൾ ഈ വ്ലോഗ് എങ്ങും എത്തും എന്ന് എനിക്കൊരു പ്രതീക്ഷയില്ല. കാരണം ഇതിനൊരു അന്ത്യമില്ലാത്ത പോലെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അത് മോസ്റ്റ് പ്രോബബ്ലി ഞാൻ ചിലപ്പോൾ ഇത് ഇവിടെ നിർത്താൻ സാധ്യതയുണ്ട്. ഇതിനൊരു പ്രോപ്പർ ക്ലോഷർ കിട്ടുമെന്ന് തന്നെ എനിക്ക് തോന്നില്ല. ഇച്ചിരി മാറുന്നില്ല, വണ്ടി ഇടിക്കും. അപ്പം എൻ്റെ നാടി ക്യാമറമാനെ. അപ്പം നമ്മുടെ മോസ്റ്റ് പ്രോബബ്ലി ഈ വ്ലോഗ് ഇവിടെ അവസാനിക്കുന്നതായിരിക്കും എന്ന് പ്രതീക്ഷയോടെ ഞങ്ങളെല്ലാവരും ഉണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് എവിടെയും വെച്ച് വ്ലോഗ് വൈൻഡപ്പ് ചെയ്യാം. പക്ഷേ ഇത് ഗൈസ് നമ്മൾ വിചാരിച്ചാൽ ഈ ചരക്കെടുക്കുന്ന വ്ലോഗ് എടുക്കുന്ന ഇച്ചിരി ടഫാണ്. അല്ലടാ? അതെ, ഭയങ്കര ടഫാണ് അല്ലേ? മിന്നൂരൊക്കെ ഒടുക്കത്തെ ഒരു എടുപ്പെടും. പിന്നെ പപ്പായ്ക്ക് ഷർട്ട് ഇടാൻ നോക്കിയിട്ട് അയ്യോ ഗൈസ് ഭയങ്കര അംഗമാണ്, തീരുന്നില്ല. അപ്പോൾ ഇനി ബാക്കി പോകുന്ന വഴിക്ക് കാണാം ഗൈസ്, എന്തിലൊക്കെ നടക്കും. ഓക്കെ യോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഷോപ്പിംഗ് ഇവിടം കൊണ്ട് തീരുകയാണ്. മിന്നു, മമ്മി, മിന്നു, ചേട്ടായി എല്ലാ പ്രേക്ഷകരായിട്ട് നമ്മുടെ
ക്യാമറയുടെ ബാക്കിൽ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇവിടെ നേരത്തെ പറഞ്ഞാൽ വൈൻഡപ്പ് ആയില്ലായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ എന്തായാലും എവിടെയാ പുളിമുട്ടി സിൽക്സിൻ്റെ പുതിയ എൻ്റെ പേര് പറഞ്ഞല്ലോ, അൽമാര ബൈ പുലിമുട്ടി സിൽക്സ് നമ്മുടെ സൗത്തിൽ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു ഈ കഴിഞ്ഞ വീക്കിൽ. എന്തായാലും അപ്പം അതിൽ നമ്മളെന്തായാലും അത്യാവശ്യം നല്ല സെലക്ഷൻ ഉണ്ട്, കൊള്ളാം. അപ്പോൾ അവിടെ വന്നതായിരുന്നു. തിരക്കില്ല, അതാണ് മെയിൻ സംഭവം. കാരണം നമ്മളിന്ന് പോയതെല്ലാം ഭയങ്കര തിരക്കായിരുന്നു. സോ നമ്മൾ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ വന്ന് ഇതൊക്കെ എടുത്തു, കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്. നല്ല ഫുള്ളി എക്സോസ്റ്റഡാണ്. ഇനി എന്തെങ്കിലും ഫുഡ് കഴിക്കും. പക്ഷേ ഫുഡ് കഴിക്കുന്ന വ്ളോഗ് എടുക്കാൻ മാത്രമുള്ളൊരു കപ്പാസിറ്റി എനിക്കില്ല. സോ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അല്ലേ? നിങ്ങൾക്ക് നമ്മുടെ എന്തെങ്കിലും പറയാനുണ്ടോ? അയ്യോ, ഇന്നത്തെ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാണ്. അല്ല, എങ്ങോട്ടോ മിന്നു എന്നത്തെ എല്ലാത്തിനും സമയം നമ്മുടെ കളഞ്ഞിട്ടുള്ളത് ആണോ? അതെ, പപ്പ അവിടെയാണ്. പപ്പ അവിടെ പുളിമുട്ടി സിൽക്സിൻ്റെ ഓണറുമായിട്ട് ഭയങ്കര ആധികാരികം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യണം. അപ്പം വി ആർ സൈനിങ് ഫ്രം ദിസ്. മിന്നു ചേട്ടായി, മമ്മി, പപ്പ അവിടെ ഉണ്ട്. അപ്പം മറ്റൊരു വ്ളോഗുമായിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ ഗൈസ്.